കേരളത്തിന്റെ ഊർജ്ജ ഭദ്രതയുടെ അടിത്തറയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് അണക്കെട്ടിലേക്ക് വലിയ തോതിൽ നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വൈദ്യുത മേഖലയിലെ നട്ടെല്ലായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി കേരളത്തിന്റെ വാർഷിക ആവശ്യകതയുടെ 25 മുതൽ 30% വരെയാണ് ഒറ്റയ്ക്ക് സംഭാവന ചെയ്യുന്നത്. ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 2344 അടിയാണ് അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ്. ഇത് ആകെ സംഭരണ ശേഷിയുടെ 41%. പരമാവധി സംഭരണ ശേഷി 2403 അടിയുള്ള ഡാമിൽ കഴിഞ്ഞ വർഷം ഇതേ ദിവസം 2376.50 അടി വെള്ളമുണ്ടായിരുന്നു. അതായത് മുൻ വർഷത്തെ അപേക്ഷിച്ച് നിലവിൽ 32 അടിയോളം ജലനിരപ്പ് കുറവാണ്. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി വൃഷ്ടിപ്രദേശത്ത് ലഭിച്ച കനത്ത മഴ അണക്കെട്ടിലേക്ക് ശക്തമായ നീരൊഴുക്കാണ് എത്തിക്കുന്നത്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 10 അടിയിലേറെ വെള്ളം ഇവിടെ ഉയർന്നു കഴിഞ്ഞു. ശരാശരി 88.80 മില്ലിമീറ്റർ മഴയാണ് പ്രദേശത്ത് രേഖപ്പെടുത്തിയത്. നിലവിൽ 2383.53 അടിയാണ് റൂൾ കർവ് പരിധി. KSEBയുടെ പ്രധാന ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള ആകെ വാർഷിക ഉൽപാദന ശേഷി 6780 ദശലക്ഷം യൂണിറ്റാണ്. ഇതിൽ 2398 ദശലക്ഷം യൂണിറ്റും, അതായത് KSEBയുടെ ആകെ ജലവൈദ്യുതോൽപാദനത്തിന്റെ 35%-ലേറെയും ഇടുക്കി പദ്ധതിയിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത്. ഇതിനു പുറമെ ലോവർ പെരിയാർ, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, മലങ്കര തുടങ്ങിയ മറ്റു പദ്ധതികൾ കൂടി ചേരുമ്പോൾ സംസ്ഥാനത്തെ ആകെ ജലവൈദ്യുത ഉൽപാദനത്തിന്റെ 52%-ഓളവും ഇടുക്കി ജില്ലയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഓരോ മഴക്കാലത്തും ഇടുക്കിയിലെ ജലനിരപ്പും ഉൽപാദനശേഷിയും കേരളത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് തന്നെ നിർണായകമായി മാറും. ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.